വന്നു കേട്ടോ. ഇന്ന് നേരത്തോടെയാണ്, കിളികളൊക്കെ കരഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. ഒത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നാണ് മോള് അവിടെ ഒല്ലൂര് നമ്മുടെ സുജമോളുടെ വീട്ടിൽ കുറ്റിയടിയാണ്. അപ്പോൾ അതിന് പോകണം. അതിന് പോകാനായിട്ട് അവിടെ കാര്യമായിട്ട് ഒരുക്കപ്പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം ഞാനിവിടെ നിന്ന് ചെറിയ കാപ്പിയൊക്കെ കൊടുക്കണമല്ലോ എല്ലാവർക്കും. മോൻ ആരെയൊക്കെയാണ്ട് അടുത്തുള്ള വലിച്ചന്മാരെയും പാപ്പന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ പെങ്ങന്മാരൊക്കെ വരും, അമ്മ കൊടകരന്ന് വരും എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മിക്കവാറും വരെയായിരിക്കും, സുഖം ഉണ്ടെങ്കിൽ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ചെറിയൊരു കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ പറഞ്ഞു വാങ്ങിക്കാം നമുക്കമ്മ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് കുറച്ച് ഇഡലിയും സാമ്പാറും ഇത്തിരി ചമ്മന്തിയും പിന്നെ ഇത്തിരി പഴവും പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യം ഭംഗിയാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കാശ് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ചിലവാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്കത് ചെയ്യാം, നമ്മൾക്കത് ചെയ്ത് ശീലമുള്ളത് കൊണ്ടും ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടും അതങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഇടയ്ക്കിടയ്ക്കുള്ള ഘട്ടങ്ങളിലൊക്കെ നമുക്കിത് ചെയ്യേണ്ടി വരും. വീടിൻ്റെ പല പണികൾ വരുമ്പോഴും വീട് പണിതവർക്ക് അറിയാം എത്ര നമ്മൾ ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും പറയാം, നമ്മൾ എനിക്കൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണവും ചോറും കഞ്ഞിയും ഫുഡ് നന്നായിട്ട് അവരെ പഠിക്കാരെ ഭക്ഷണം കൊണ്ട് തന്നെ പഠിപ്പിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്കവിടെ അതിനുള്ള സൗകര്യക്കുറവും പിന്നെ ഇവിടെ നിന്ന് വെച്ച് ഇത്രയും ദൂരം അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കാരണം നമ്മളത് കരാർ കൊടുത്ത ആളോട് പറഞ്ഞിട്ടുണ്ട് നമുക്കതിന് ബുദ്ധിമുട്ടാണ്. അപ്പം എന്നാലും ചില ഘട്ടങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. വാർത്തകൾ വരുമ്പോഴും അത് വരുമ്പോഴും ഇത് വരുമ്പോഴൊക്കെ നമ്മുടെ ഒരു വീട് പണി എന്നുള്ള നിലയിലേക്ക് നമുക്കത് ഒഴിച്ച് നമ്മൾക്കത് കണ്ടില്ല എന്ന് കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് എൻ്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് തൊട്ട് നമ്മൾ അതിലേക്ക് തുടങ്ങുകയാണ്. അത് നമുക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ ജീവിതം. എനിക്കത് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യം. എൻ്റെ കടയിലത്തെ കുട്ടികളായാലും പറയാം അമ്മയ്ക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ലാത്ത ആളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണതിലാണ്. അപ്പോൾ ഞാൻ ചോറ് ഇനി വന്നിട്ട് വെക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോറ് വെക്കാനായിട്ട് അരി അടപ്പത്തിട്ടിട്ടുണ്ട്, കൂർക്കുപ്പേരി വെച്ചിട്ടുണ്ട്, ചായ ഇതോട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പണികളിലേക്ക് നമുക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഇഡലിക്ക് ആക്കി വെച്ച മാവാണിത്. നല്ല കട്ടിയായിട്ടാട്ടോ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നത്. മോളാണ് ഇത് അരച്ചെടുത്തത്. നമ്മൾ വെള്ളത്തിൽ ഒരു കുറച്ച് സമയം മുന്നേ ഞാൻ പച്ചരിയും പുഴുക്കല്ലരിയും പിന്നെ കുറച്ച് ഉഴുന്ന് വേറെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂട്ടി മൂന്നും കൂട്ടി അരച്ചെടുത്തതാണിത്. അപ്പോൾ നല്ല കട്ടിയിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും നമ്മൾ ചേർത്തിട്ടുണ്ടായില്ല, ഇന്ന് കാലത്ത് ഇടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിൽ ഇടേണ്ട സാധനം എന്ന് പറയാനിപ്പോൾ ഉപ്പ് മാത്രമാണ്. ഉപ്പിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നമുക്ക് അതിൻ്റെ വെള്ളത്തിൻ്റെ ലെവൽ ശരിയാക്കാം. നമുക്ക് സാമ്പാർ ആക്കിയതിന് ശേഷം ഇഡലി ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങൾ ഞാൻ ഇത്തിരി കടയിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അധികം കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. മത്തങ്ങയാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത്. മത്തങ്ങ ഒരു ചെറുതെടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി പരിപ്പും കൂടി വേവിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ മത്തങ്ങ ചെത്തിയെടുക്കട്ടെ. മത്തങ്ങ ചെത്തിയെടുത്താലാണ് പരിപ്പിലിട്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. മത്തങ്ങ ഇട്ട് കഴിഞ്ഞാലേ പരിപ്പ് ഇത്തിരി കുറവായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. നല്ല കട്ടീൻ്റെ ഇത്തിരി കൂടി മൂത്ത മത്തങ്ങയാണെങ്കിൽ നല്ലതാട്ടോ. അത് ഇത്തിരി മൂപ്പ് കുറവാണ്. മൂത്ത മത്തങ്ങ ആകുമ്പോൾ ഇത്തിരി കൂടി നൂറുണ്ടാവുമല്ലോ. വലുതാക്കി ഇടാൻ നമുക്ക് ഇതിങ്ങനെ ഉടയുന്നതാണ്. എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക. അവൾക്ക് നല്ല സുഖമില്ല, ഇത്തിരി ജലദോഷമുണ്ട്. ആ പൊടിയൊക്കെ ആയിട്ടേ പൊക്കളീനൊക്കെ മാന്തുമ്പോൾ മണ്ണൊക്കെ മാറ്റുമ്പോൾ ഉണ്ടായിരുന്ന ഇത് കാരണേ നല്ല പൊടിയായിരുന്നു. അപ്പോൾ അപ്പുറത്തുള്ളവരൊക്കെ ഇത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അവിടെ ബുദ്ധിമുട്ട് അവർക്ക് ഈ പൊടിയൊക്കെ ആകുമ്പോൾ അടുത്തടുത്ത് വീടുള്ള കാരണേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും അവരത് നന്നായി സഹിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ മത്തങ്ങയൊക്കെ നോക്കി കഴിഞ്ഞു. അപ്പോൾ പരിപ്പ് കഴുകി കുക്കറിൽ വയ്ക്കാം. നമുക്ക് പരിപ്പ് കുറച്ചേ അധികം ഇടണം നമുക്ക്. എന്ന് വെച്ചാൽ
കുറച്ച് സാമ്പാർ അധികം വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ഈ മത്തങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ വെണ്ടക്കായ ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ടാട്ടാ സാമ്പാർ വയ്ക്കുക. എനിക്കത് ഇഷ്ടമാണ്. എൻ്റെ ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ്. കായ അതൊക്കെ ഇട്ട് സാമ്പാർ കഷ്ണം കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ അധികമൊന്നും കഷ്ണം എടുത്തിട്ടില്ല. ക്യാരറ്റ് 2-3 എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്, വെണ്ടക്കായും തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. കൂട്ടാൻ കാച്ചി വയ്ക്കാം. ഈ ചെറിയ ചെറിയ പണികൾ കഴിഞ്ഞിട്ട് ഇഡലി അടപ്പത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. അതാവുമ്പോൾ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കല്ലോ വേണ്ടോ. നമുക്ക് വല്ല തേക്കാണ്ടെങ്കിൽ തേക്കി കുളിക്കൽ അങ്ങനത്തെ പണികളൊക്കെ ചെയ്യാമല്ലോ. പിന്നെ മുള്ളണെങ്കിൽ നേരത്തെ പോയി കുറ്റികളുണ്ടാക്കണം. കുറ്റി അടിക്കാനായിട്ട് അച്ഛൻ കുറ്റികൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പം അതിന് അച്ഛന് നേരത്തെ പോകണം. അപ്പം അതിൻ്റെ കൂടെ തന്നെ മോൾക്കും പോകണം. മോൾക്കൊന്ന് അമ്പലത്തിൽ പോകണം. അവിടെ അമ്പലത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ്. പോയി നേരമൊക്കെ നോക്കിച്ചിട്ടുണ്ട് കേട്ടോ. എത്രയ്ക്ക് പറഞ്ഞു? 10 മണി വരെ. നമുക്ക് വിചാരിച്ച ടൈമിലൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിങ്ങനെ നീണ്ട് പോയി. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം കൂടിയാണ് ഈ പെരപണിയൊക്കെ. നമ്മൾക്ക് വിചാരിച്ച ഒരു രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കില്ല. കാച്ചി നമ്മുടെ അച്ഛൻ്റെ പണിയായിട്ട് കൂർക്ക നന്നാക്കലൊക്കെ. അപ്പോൾ മോള് വന്നാൽ പിന്നെ ആളൊന്നും അങ്ങനെ ചെയ്യേണ്ടി വരാറില്ല. തലേദിവസം നമ്മൾ നന്നാക്കി വെക്കും കേട്ടോ. അത് ചെറിയ മണി വരില്ലേ, കുഞ്ഞ മണിയാണ്. മുറിക്കാണ്ടൊക്കെ കുഞ്ഞ മണിയാണ് നമ്മളിത് വെക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ചെറിയ മണിക്ക്. ഞാൻ ഈ വലിയ മണിയൊക്കെ വലിയ ആൾക്കാർ വലുത് തിരഞ്ഞു കൊണ്ടുപോകും. ഞാൻ അങ്ങനത്തെ കൂർക്കൊക്കെ അത് വെക്കാറില്ല. എനിക്ക് ഇഷ്ടം ഇല്ല അങ്ങനത്തത്. ഇതാകുമ്പോൾ ഒരു പ്രത്യേക രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റും. നന്നാക്കാൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൂർക്കയിൽ പിന്നെ ഉപ്പേരിയൊക്കെ വയ്ക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലിട്ട് വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അത് നല്ല ടേസ്റ്റിലിരിക്കുക. അല്ലെങ്കിൽ അതിനൊരു വെള്ളത്തിൻ്റെ ചവർപ്പുണ്ടാവും. അപ്പോൾ ഒരു രസക്കുറവാണ്. ഇതിങ്ങനെ ഇത്തിരി നേരം കിടന്ന് ഇങ്ങനെ വലിഞ്ഞ് വന്നാലാണ് നല്ലൊരു രുചി കിട്ടുള്ളൂ. അത് വെണ്ടക്കായൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഈ കൊഴുപ്പ് ഇത്തിരി കുറഞ്ഞ് കിട്ടും. നമ്മൾ സാധാരണ നമ്മളുടെ സ്വാഭാവികമൊന്നും ഇടുമ്പോൾ ഞാൻ വറുക്കാറൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ വേറെ കുറച്ച് ആൾക്കാർ കഴിക്കുന്നതല്ലേ. അപ്പോൾ ഒരു ഭംഗിയിൽ ഒക്കെ നല്ല ഇങ്ങനെ അധികം കൊഴുപ്പൊന്നും ഇല്ലാണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വെണ്ടക്കായ നമ്മുടെ ഒരു ഇതായി വന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇരിക്കുന്ന മാറ്റി വയ്ക്കാം. അതിൻ്റെ വഴുക്കലൊക്കെ പോയി കണ്ട നല്ല വെളിച്ചെണ്ണയിൽ ഒരു മണം. അപ്പോൾ അതിങ്ങനെ വറുക്കുന്നത് നല്ലതാട്ടാ. സാധാരണ ദിവസങ്ങളിൽ നമ്മൾ അതൊന്നും ശ്രമിക്കില്ല എന്ന് മാത്രം. അപ്പോൾ ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കൂടെ കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളി വെളുത്തുള്ളി കുറച്ച് നമ്മുടെ വേപ്പിൻ്റെ ഇല. വേപ്പിൻ്റെ ഇല ഞാൻ നല്ലോണം ഇടാറുണ്ട് കേട്ടോ. നാടനാണല്ലോ, കുഴപ്പമില്ല. അരച്ച് എങ്ങനെ കഴിച്ചാലും നമുക്ക് നല്ലതാണ്. ഒന്നങ്ങനെ എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണമെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞു കിട്ടുള്ളൂ. തേങ്ങയിലത്തെ ഒരു നനവുണ്ടാവുമല്ലോ, അതൊന്ന് വിടണ വരെ ഒന്ന് നന്നായി ഇളക്കാം. അപ്പം നമ്മുടെ പരിപ്പ് നന്നായി വെന്ത് വന്നു കേട്ടോ. തെങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. പക്ഷെ നല്ലോണം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായി. കാരണം എന്താ വെച്ചാൽ അടിയെ പിടിക്കുന്നുള്ള പേടിയില്ലായി. പരിപ്പ് അധികമുള്ള കാരണേ കട്ടയൊന്നും ഇരുന്നില്ല. അപ്പോൾ ഇത്തിരി വെള്ളം പോലെയാണ്. അപ്പം അത് നമുക്ക് നമ്മളേത് പാത്രമാണ് ഉപയോഗിക്കുന്നത് കൈക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളപ്പോൾ ഈ കലത്തിലാണ് പാകാക്കണത്. നമുക്ക് ഇത്തിരി അധികം വേണ്ടേ. അപ്പം നമുക്കത്
കലത്തിരിക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മുടെ കഷ്ണല് ഈ ക്യാരറ്റും മുരിങ്ങക്കായും ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം പാകത്തിന് ഇത്തിരി അധികം ഒഴിക്കണം, അല്ലെങ്കിൽ അടിയെ പിടിക്കും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു വിധം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ നമുക്ക് നോക്കിയിട്ടുണ്ടാലോ. അപ്പോഴേ ഇങ്ങനെ കഷ്ണമായിട്ട് വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പടിയിലേക്ക് കൂടിയിട്ടേ പെട്ടെന്ന് അടിയെ പിടിച്ചൊരു മണം വരും. ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ അതങ്ങോട്ട് നാശമായിപ്പോവും. ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഞാനേ അധികം അങ്ങോട്ട് മൂപ്പിക്കുന്നില്ല, കാരണം എന്താ വിചാരിച്ചാൽ നമുക്ക് നല്ല ചുമന്ന സാമ്പാറാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ പാകത്തിന് അങ്ങനെ മൂപ്പിക്കൽ ഇത്തിരി കുറച്ചെടുക്കാം. അല്ല നല്ല ഇത്തിരി ചോപ്പ കളർ ഒരു മങ്ങിയ കളർ സാമ്പാറാണ് വേണ്ടതെന്ന് വിചാരിച്ചാൽ നമുക്ക് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ ഇത്തിരി ചുമന്നിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ വറവ് ഞാൻ നിർത്തി. അപ്പോൾ ദേ ഇത്രയ്ക്ക് വറുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനൊന്നും കൂടെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കൂട്ടം ഞാൻ ഇത് ഇടാൻ മറന്നുപോയി. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്, അതൊന്ന് ചൂടാവട്ടെ. മല്ലി പച്ചക്കിടുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലേ, മല്ലി വറുത്തിടണം. മുളക് പൊടിയൊക്കെ നമുക്ക് പച്ചക്കിട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. മുളക് പൊടി സാമ്പാർ പൊടിയൊക്കെ ഞാൻ പച്ചക്കിടണം. അപ്പോഴേ നമ്മുടെ സാമ്പാറിൻ്റെ മുരിങ്ങക്കായും മുരിങ്ങക്കായ് ക്യാരറ്റ് ഇട്ടില്ലേ, അതൊരുവിധം ഇങ്ങനെ ആയി വരുന്നുണ്ട്. എന്ത് മുഴുവനായിട്ടില്ല, ഒരുവിധമായി. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മുടെ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. വെണ്ടക്കായും മറ്റുള്ള കഷ്ണങ്ങളുണ്ടല്ലോ, ഈ പച്ചമുളക് കീറിയതും തക്കാളി ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് നന്നായി അതിൻ്റെ കൂടെ വേവട്ടെ. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടാറി നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. മിക്സിയിലിട്ടൊന്ന് അടിക്കിട്ട്. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ തുടങ്ങാം. നേരം വൈകി തുടങ്ങി, എന്നിട്ട് അരച്ചു കൊണ്ടുവരാം. ഇതിനൊരു ചെരുവുണ്ടല്ലോ. അപ്പോൾ ഇത് അമ്മൂട്ടിയമ്മേടെ അവിടെ ചേട്ടാ, ഇത് 3 എണ്ണുള്ളതാണ്, നമുക്ക് 2 എണ്ണുള്ളതുള്ളൂ. ഞാൻ 2 എണ്ണത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടായി. സാമ്പാറും കൂടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഈ അടുപ്പത്തും കൂടെ വെക്കാമല്ലോ. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായിട്ടാണ് നമ്മൾ വെക്കുന്നത്. വേണ്ട 3 തട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഡലിന് വെള്ളം ഒരു ഇതായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇത് പരത്തി അങ്ങനെ ഒഴിക്കുന്നുണ്ടാവും നല്ലത്. കുണ്ട് കുറവാട്ടാ മുട്ടിയന്മാരെ ഇഡലിക്ക് തട്ടിന്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഒരു ട്രിപ്പ് നമുക്ക് വേവുമ്പോഴാണ് അറിയുക. 16 ഇഡ്ഡലിയുണ്ട് വേവിട്ടാ ഒരൊറ്റ ട്രിപ്പിൽ. അപ്പം ഇവിടെ സാമ്പാറിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അരവൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അരവ് നമുക്കായിരിക്കും അരവൊഴിക്കുന്നതിന് മുന്നേ ഇത് ഉലുവയും കായും പൊടിയാട്ടാ. കായ ഇത്തിരി കട്ടയാണ്, അതായത് കിടന്ന് കുതിർന്നോളും. ഇറച്ചിക്കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഇത് ഇത്തിരി മുളക് പൊടി, കുറച്ച് കാശ്മീരിയും കുറച്ച് നാടനും നമ്മുടെ സാധാ മുളക് പൊടി, അതൊക്കെ ഇട്ടൊന്ന് ഇളക്കി. നല്ല കട്ടിയായി കേട്ടാ. വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ലേ, കലായ കാരണേ പരന്ന പാത്രമാണെങ്കിൽ കണ്ടന്നെ. ബാക്കി നമ്മുടെ പുളിവെള്ളം. കഷ്ണങ്ങളൊക്കെ വേവുമ്പോഴാണ് നമ്മൾ പുളി ഒഴിക്കാൻ പാടുള്ളൂ. പിന്നെ അധികം വെക്കാൻ എപ്പോഴേലും വെക്കേണ്ടി വന്നാലാണ് കേട്ടോ. അല്ലാത്തതൊക്കെ പിന്നെ അധികം വെക്കുക എപ്പോഴും എൻ്റെ സുജമോൻ തന്നെ ഇത്തിരി അധികം ആകുമ്പോൾ ഇത്തിരി പേടിയാണ്. ശരിയാവോ അങ്ങനെയൊക്കെ എല്ലാ കുട്ടികൾക്കും അങ്ങനെ ഉണ്ടാവില്ലേ. ഉപ്പൊക്കെ നോക്കാം നമുക്ക്. തേങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി, ഒന്നും കൂടി ആവും. അപ്പോൾ നമ്മുടെ മുളകൊക്കെ ഇട്ട് നന്നായി ഒന്ന് തിളച്ചിട്ട് ഞാൻ ഒഴിക്കാമെന്ന് വെച്ചിട്ടാണ് തേങ്ങയും. അപ്പോൾ തേങ്ങ ഇത്തിരി കട്ടിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. കാരണം ഇഡലിയൊക്കെ കഴിക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി നല്ല കട്ടിയിൽ വേണം. മോള് ഉഴുന്നുവട ചമ്മന്തിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ആകുമ്പോൾ നമ്മുടെ പുഡിങ് എന്തായാലും നല്ല കേമാവും. ഒരുവിധം കട്ടിയുണ്ട് കേട്ടോ. അത്ര കട്ടി ആയിക്കോട്ടെ. ഇനി വെള്ളമൊന്നും ചേർക്കണില്ലെങ്കിൽ. അപ്പം ഇനി ഉപ്പ് പുളിയും എല്ലാം ഉണ്ടോ നോക്കാം നമുക്ക്. കുഴപ്പമില്ല, എൻ്റെ ടേസ്റ്റിനൊക്കെ ഉണ്ട്. ഇനി നന്നായി ഒന്ന് തിളച്ച് വരും. തിളച്ച് കുറച്ച് നേരം ഒന്ന് തിളക്കട്ടെ.
അപ്പോഴാണ് ഇതിൽ ഇടുന്ന തേങ്ങയും എല്ലാം കൂടിയായൊരു നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇടയ്ക്കൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയെ പിടിക്കാനുള്ള ഒരു ഇതുണ്ടാവുകയും പരിപ്പ് അടിയിൽ ഊറുമ്പോഴാണ് അടിയെ പിടിക്കുക. അപ്പോൾ അതിൽ വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി എന്തായി നോക്കാം നമുക്ക്. സാമ്പാർ റെഡിയായി. ഇഡ്ഡലി നല്ല കുമ്പത്തിനായിട്ട് ഉണ്ട്. അപ്പോഴേ ഇഡലി ഒരു 2 തട്ടിൽ നമ്മൾ ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു തട്ടിലും കൂടി ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതോടെ ഇങ്ങനെ ആയി. ഇവിടെ ഒരു ചീനച്ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചമ്മന്തിയും കൂടി ആക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉള്ളി, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 2-3 ഉണ്ട് ചെറുതാ കണ്ട. അതും പിന്നെ ഉള്ളി ഇട്ട് കൊടുക്കാം. അത് നമ്മളെന്താണ് തേങ്ങ എത്ര എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എരിവ് എത്ര വേണം. ഇപ്പോൾ നമ്മുടെ ഇഡലിക്കൊക്കെ ആകുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ നമുക്ക്, അതിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോഴേ മുളക് ഉള്ളിയൊക്കെ കണ്ട ഇങ്ങനെയായി വന്നു. അടുത്തേക്ക് കാണിച്ചു തരാം കേട്ടോ. ഞാൻ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തരി മതിയല്ല കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ മണമൊക്കെ ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു നല്ല കളർ കിട്ടാൻ നമുക്കൊരു തുണ്ട് കാശ്മീരി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 2 തക്കാളി ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോഴേ നമ്മളതിലേക്ക് നാളികേരം ഇട്ട് കൊടുത്തു കേട്ടോ. തക്കാളികൾ നാളികേരം ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നു. എൻ്റെ മോള് പറഞ്ഞപ്പോഴാണ് റെക്കോർഡില്ല. അപ്പം ചോദിച്ചപ്പോഴാണ് പെട്ടെന്ന്. അപ്പോൾ തക്കാളിയൊക്കെ ഒരു ഇതായി വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ നാളികേരം ഇട്ട് കൊടുത്തു. അപ്പോൾ നാളികേരം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ഇടാൻ പോവുക. അതിൽ നമുക്ക് ആവശ്യമുള്ള പുളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ സാക്ഷാൽ ഉപ്പ് നമുക്കൊരു പാകത്തിനിട്ടാ. പാകം ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. അപ്പോൾ നമുക്ക് അരച്ച് നോക്കിയിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുക്കാം. കുറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് അരച്ചണ്ട് എടുക്കാം. ഇതിപ്പോൾ തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാട്ടാ. തിരിച്ച് നോക്കണം മോനെ. അപ്പം നമ്മുടെ ചമ്മന്തി ഇതേ ഞാൻ റെഡിയൊക്കെ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊന്നും നോക്കിയിട്ടില്ല. ഇഡലിയൊക്കെ ഒരുവിധമായി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പഴം പുഴുങ്ങലിലേക്ക് കിടക്കാം. നല്ല പഴുത്ത പഴാട്ടാ. നമ്മൾ സാധാരണ പഴം പുഴുങ്ങുമ്പോൾ ഇഡ്ഡലി ചെമ്പിൽ നമ്മളൊരു പാത്രത്തിൽ വെച്ച് അല്ലെങ്കിൽ കുക്കറിലിട്ട് ശർക്കര ഇട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് ആ വെള്ളം വറ്റിച്ചിട്ടൊക്കെ ചേട്ടാ നമ്മളെടുക്കുക. അതിന് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് അങ്ങനെ പുഴുങ്ങുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ. എനിക്ക് ഈ ആവിമ ഒഴിച്ചത് ഇപ്പം അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇത്തിരി അള്ളിപ്പുളിയൊക്കെ ആവും. എന്നാലും നമുക്ക് പുട്ടിലൊക്കെ കൂട്ടി കുഴയ്ക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് അപ്പം അങ്ങനെ പറ്റില്ലല്ലോ, കഷ്ണമായിട്ട് എടുക്കണ്ടേ. അപ്പം ഇത് നമ്മൾ സാധാരണ പുഴുങ്ങണ പോലെ ആവിമ വെച്ചിട്ട് തന്നെയാട്ടോ പുഴുങ്ങുന്നത്. മധുരമൊന്നുമില്ല. ഷുഗർ അങ്ങനെ ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. പഴം പുഴുങ്ങിയതൊക്കെ വലിയ ആവശ്യം ഉണ്ടാവില്ലേ. ഇഡലിയും പിന്നെ ഇഡലി, സാമ്പാർ, ചട്നി ചമ്മന്തി, ഉഴുന്നുവട മാള് കൊണ്ടുവരുമല്ലോ. അപ്പോൾ അതൊക്കെ കൂടി ആവുമ്പോൾ പഴം ചിലപ്പോൾ തള്ളും. അപ്പോൾ ഞാൻ ഇത്തിരി കുറച്ച് മാറ്റി വെച്ചു. അതെ അവർ യാത്ര ചെയ്യാൻ ഇറങ്ങിയിട്ടാ. എല്ലാവരും പോയി കഴിഞ്ഞു. ഇപ്പം ഞാനും നിങ്ങള്
എൻ്റെ അനിയൻകൂട്ടൻ ഉണ്ണിക്കുട്ടൻ ഞങ്ങൾ കാറിലാട്ടാ പോണത്. ഉണ്ണിക്കുട്ടൻ അവിടുത്തെ കാറിലാണ് പോണത്, അനിയൻകുട്ടൻ്റെ കാറിൽ. അപ്പോൾ നമുക്ക് ഇനി അവിടെ വെച്ചിട്ട് കാണാം കേട്ടാ. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊന്നും പറയാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായി. ഇപ്പം തന്നെ മണി 9 മണി 9:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. അപ്പോൾ പോയിട്ട് ഇനി അവിടെ വെച്ച് കാണാം കേട്ടാ. അപ്പോഴേ നമ്മൾ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു കേട്ടാ. എൻ്റെ മക്കളെല്ലാവരും കൂടി ഇതേ തൃശ്ശൂർക്ക് പോയി. അപ്പോൾ അത് എന്തൊക്കെയോ വാങ്ങിച്ചു കൊണ്ടുവന്നുണ്ട്. അതേ എൻ്റെ ഉണ്ണിക്കുട്ടനും അതെന്തിട്ടാ ഇതാക്കണതല്ലോ ഉണ്ണിയെ വാഷ് ചെയ്യുന്നത്. എന്നിട്ടാ കുറേ ഇതുണ്ടല്ലോ ബാഗുകളൊക്കെ. എന്തിട്ടാ ദേ ഓരോരുത്തരായിട്ട് എന്തൊക്കെയോ ഇറക്കുന്നുണ്ട് കേട്ടാ. എന്താന്ന് എനിക്കറിയില്ല. ആ അതൊക്കെ ശ്രീയുടെ ഇതിൽ കാണും, വാങ്ങിക്കും. അതാ എന്നിട്ടേക്ക് വാങ്ങിച്ച മോനെ എവിടേക്ക് പോയി എന്നെ വിളിച്ച അമ്മ പറയുമ്പോ അമ്മനെ വിളിച്ച കാര്യം. അതെ നമ്മള് അവിടെ കല്ലിടല് കഴിഞ്ഞിട്ട് കല്ലിടലല്ല കുറ്റിയടി കഴിഞ്ഞിട്ട് നേരെ പിള്ളേരൊക്കെ കൊണ്ട് പുറത്ത് പോവാന്ന് വിചാരിച്ചു പോയി. പിന്നെ അവിടെ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല, റിമ്പി കുറക്കിണ്ടല്ല. ഈ അമ്മേനെ വിളിച്ച് അമ്മ അടുത്തു. അമ്മനെ കൊണ്ട് അച്ഛനെ കൊണ്ട് പോവാന്ന് വിചാരിച്ച. അപ്പൊ അച്ഛൻ പറഞ്ഞ അച്ഛനില്ല, അച്ഛനവിടെ തറ കോരാൻ ആൾക്കാർ വരുന്നുണ്ട്. ഫൗണ്ടേഷൻ തറ കോരൽ കഴിഞ്ഞു. ഇനിയിപ്പൊ കല്ലിടലാവൂല മറ്റന്നാ. അതെ അയ്യോ ഇനി മറ്റന്ന് വീണ്ടും നമുക്ക് പോണല്ലേ. അപ്പൊ ചടപടയുന്ന കാര്യങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഇത്ര നാൾ ഒരു സ്ലോ ആടുന്നു, ഇത്തിരി വേഗം നടക്കട്ടെ, പ്രാർത്ഥിക്കാം. ആദ്യം ചിലപ്പോ ഒരു ആരംഭത്തിനുള്ള ഒരു എന്നോട് ബിന്ദു കടയിലത്തെ ബിന്ദു എപ്പോഴും പറയും ആരംഭ ശുഭ്രതി ഇല്ലെങ്കിലും അത് പെട്ടെന്ന് പിന്നെയുള്ള പണി പെട്ടെന്ന് കഴിയായിരിക്കുന്നു. ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് വന്നു. വിചാരിച്ചു പിള്ളേരൊന്നും നെസ്റ്റോ കണ്ടിട്ടില്ലേ, ചിറ്റേ വായോ നമുക്ക് നെസ്റ്റോ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാ വിചാരിച്ചു നെക്സ്റ്റ് വിളിച്ചപ്പോൾ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ അവറ്റങ്ങൾക്ക് കാണാൻ വേണ്ടി പോയതാട്ടാ. ഉണ്ണിമോൾക്ക് കണ്ടിട്ടുണ്ട്, അവരാണ് കാണാത്ത. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ ഇടയിൽ റിലീഫ് ആവട്ടെ ചിറ്റുന്നു അങ്ങനെ കൊണ്ടുപോയി, എല്ലാത്തിനും കൊണ്ടുപോയി. പക്ഷെ അവിടെ ശ്രീകുട്ടന് ഭയങ്കര പനി. ശ്രീകുട്ടന് നടക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യാത്ത അവസ്ഥയിൽ. എന്നാലും ഞങ്ങള് ഭക്ഷണമൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരും കാണിച്ച ഞങ്ങൾക്ക് ഷർട്ടൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. ഞാൻ എൻ്റെ മോന് ദൈവ തീരെ വയ്യാട്ടാ, ചുണ്ടൊക്കെ ചോന്നിട്ടിരിക്കുന്നു. എൻ്റെ മോൻ്റെ വയ്യാന്ന് പറഞ്ഞ വയ്യ, കണ്ണ് വല്ലാണ്ട്. ബാനുന്റെ അടുത്തേക്ക് ഒന്ന് കാണിച്ചു. എൻ്റെ മോൻ ഗുളിക കഴിക്കാണ്. അമ്മേ ഇത്ര സിമ്പിളാണ്. ആ വേഗം കഴിക്കി. അടുത്തത് ഇട്. ആ പോയി.
ആർക്കുള്ളതാ? ഇത് അച്ഛൻ്റെ ഉണ്ണിക്കുട്ടൻ. ഇഷ്ടപ്പെട്ടാ? അമ്മേ ഇതടി ഒരെണ്ണം ഫുൾ കൈ ഒരെണ്ണം ഹാഫ് കൈ ആണല്ലോ. രണ്ടുപേരുടെ ആ മാറി മാറി മാറിയിടാ. ശ്രീകുട്ടൻ്റെ അതന്നെ എൻ്റെ ചാനലിൽ ആ ഇത് 2 ഞാനിനി ഡ്രസ്സൊക്കെ മാറി ഞാൻ അമ്പലത്തിലേക്ക് പോകും. നമ്മുടെ കുടുംബക്ഷേത്രം പുതുക്കാട് അവിടെ നിന്ന് തോറ്റാണേ, അവിടുത്തെ ഉത്സവം എന്നാണ്. അപ്പോൾ ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ തേക്കാനും എനിക്കുള്ള മടി കാരണം ഞാൻ ഇതന്നെ വേഗം ഇട്ടു. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ കരിമുളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ കൂടി ഉണ്ട് അവർ എല്ലാവരും കൂടി ഉണ്ട്. എനിക്ക് വരാൻ പറ്റില്ലേ? അതെ ആ അപ്പോൾ പലർക്കും വരാൻ പറ്റായും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചിക്കനൊക്കെ കഴിച്ചു, നോൺ വെജൊക്കെ കഴിച്ചില്ല അവർ പുറത്ത് പോയി വന്നപ്പോൾ. അപ്പോൾ അതൊക്കെ കാരണം പിന്നെ മറ്റു പല കാരണങ്ങളും കാരണം വരാൻ പറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട് പണിയൊക്കെ കഴിഞ്ഞ് മോളിൻ്റെ വീട് പണിയൊക്കെ കഴിഞ്ഞ് അടുത്ത കൊല്ലം സാധിച്ചാൽ എല്ലാവർക്കും കൂടി കിടന്ന് പോകണം. ഇക്കൊല്ലം കഴിയട്ടെ പറയാം. ഇക്കൊല്ലം തുടങ്ങിയിട്ടല്ലോ ഉള്ളോ? അല്ല അടുത്ത കൊല്ലം അടുത്ത കൊല്ലം പരിപാടിയൊക്കെ പോയിട്ട് വരട്ടെ. ഒരു ഭസ്മം തൊട്ടിട്ട് പൊട്ടു തൊട്ട്. അപ്പോൾ ഇത് എല്ലാവരും താലം എടുത്ത് ഇങ്ങനെ എഴുന്നള്ളിപ്പ് തുടങ്ങാറായിട്ടുണ്ട് കേട്ടാ. അപ്പോഴാണ് നമ്മളിവിടെ എത്തിയത്. ആ അതെ ഞങ്ങളുടെ അമ്പാടി വന്നിട്ട് കേട്ടാ. ഹായ് പറഞ്ഞേ അമ്പാടി കൂട്ടാ, ഹായ് പറഞ്ഞേ. ആ എൻ്റെ അനിയനാണ് കേട്ടാ. അവരെ കാണിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. ഹായ് പറഞ്ഞോ. ആ ശരി, അവനെൻ്റെ പേരറിയണം, എൻ്റെ ചാനലിൻ്റെ പേരറിയണം. കുറച്ച് നേരമായി എൻ്റെ അടുത്ത് വന്ന് നിൽക്കണ്. അപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ നിന്നാൽ മതി. അപ്പോൾ ഇത് വലിയച്ഛൻ്റെ മോൻ്റെ കുട്ടിയാട്ടാ ഞങ്ങളുടെ. ഇപ്പോൾ കുട്ടികളെ ഒന്നും ഈ പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമ്മളത് അവർ മാറിയിട്ടുണ്ടാവും, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവണില്ലെങ്കിൽ എന്ന് വിചാരിച്ചാൽ. അപ്പോൾ നല്ല മിടുക്കനാണ്. അപ്പോൾ അവൻ എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ കാര്യങ്ങളും കുറച്ച് അന്വേഷിച്ചതാണ്. എല്ലാവരും ചേച്ചിമാരും അനിയത്തിമാരും കുട്ടികളും എല്ലാവരും നമ്മുടെ കുടുംബക്കാരായിട്ട് എല്ലാവരും.
പുതുക്കാട്ടെന്ന്. അതൊക്കെ കഴിഞ്ഞായിട്ട് അതിൽ വിവരണങ്ങളൊന്നും പറയാൻ പറ്റിയില്ല കേട്ടാ, കാരണം നല്ല ഡിസ്റ്റർബൻസ് അല്ലായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സദ്യ ഒരു ചെറിയൊരു ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കഴിഞ്ഞ് പായസമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കുടിച്ച് വയറൊക്കെ ഫുള്ളായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ അമ്മ വരുന്നവരേക്കും ബൈ.